പത്തനംതിട്ടയിലെ ഒരു മലയോര ഗ്രാമമാണ് കൊക്കാത്തോട്. പത്തനംതിട്ട ജില്ലയിൽ കോതി കല്ലേലി വഴി കൊക്കാത്തോട് എത്തുന്നതിന് മുൻപായി വനത്തിനുള്ളിൽ അധികമാരും അറിയപ്പെടാതെ സ്ഥിതി ചെയ്യുന്ന ഒരു വെള്ളച്ചാട്ടമാണ് ഒരേക്കർ വാട്ടർഫാൾ. ഏതാണ്ട് 50 വർഷം മുമ്പ് ഇന്ത്യൻ കരസേനയിൽ നിന്ന് പിരിഞ്ഞു പോന്ന 33 സൈനികർക്ക് അധിവസിക്കാൻ 5 ഏക്കർ ഭൂമി വീതം ഭാരത സർക്കാർ പതിച്ചു നൽകിയതിനെ തുടർന്നാണ് ഈ മേഖലയിൽ ആധുനിക ജീവിതം ആരംഭിക്കുന്നത്. ഇപ്പോഴും ഈ പ്രദേശവാസികൾക്ക് മാത്രം അറിയാവുന്ന ഒരുപാട് മനോഹര സ്ഥലങ്ങൾ ഈ പ്രദേശത്തുണ്ട്. അതിലൊന്നാണ് ഒരേക്കർ വെള്ളച്ചാട്ടം. പച്ചപ്പിന് നടുവിൽ കൂറ്റൻ പാറക്കെട്ടുകൾക്കിടയിലൂടെ പതഞ്ഞൊഴുകുന്ന ഒരു കാട്ടരുവിയാണ് ഇവിടുത്തെ പ്രധാന ആകർഷണം. മെയിൻ റോഡിൽ നിന്നും കുറച്ച് ഉള്ളിലേക്ക് മാറി കാടിനുള്ളിലൂടെ സഞ്ചരിച്ച് വേണം ഇവിടേക്കെത്താൻ. ആഹാ, നല്ല ഗംഭീര സീനാണ്. ഇവിടെ വരെ വന്നിട്ട് പിന്നെ കുളിക്കാതിരുന്നാൽ എങ്ങനെ? എന്തായാലും കുളിച്ചിട്ട് വന്നാൽ മതി. ഈ യാത്രയിൽ എന്നോടൊപ്പം മാതൃഭൂമി ന്യൂസ് പത്തനംതിട്ട റിപ്പോർട്ടർ CK അബിലാലും മറ്റു 2 സുഹൃത്തുക്കളുമാണുള്ളത്. അധികമാരും എത്തിയിട്ടില്ലാത്ത സ്ഥലമായതിനാൽ തന്നെ പ്ലാസ്റ്റിക്കുകളോ മറ്റു മാലിന്യങ്ങളോ ഒന്നും തന്നെ ഇവിടെയില്ല. അത് അങ്ങനെ തന്നെ സംരക്ഷിക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് ഈ വീഡിയോയിൽ ഇവിടേക്കുള്ള വഴിയൊന്നും തന്നെ പരാമർശിക്കാത്തത്. മഴക്കാലത്താണ് ഒരേക്കർ വെള്ളച്ചാട്ടം കൂടുതൽ മനോഹരമാകുന്നത്. പെരുമഴക്കാലത്ത് അപകടകാരിയുമാണ് ഈ വെള്ളച്ചാട്ടം. റോഡിലൂടെ സഞ്ചരിക്കുന്നവർക്ക് ആർക്കും തന്നെ പച്ചപ്പിന് നടുവിലെ പാറക്കെട്ടുകളിൽ ഒളിപ്പിച്ച ഈ അരുവി പെട്ടെന്ന് ശ്രദ്ധയിൽപ്പെടില്ല. 4 തട്ടുകളായാണ് ഈ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്. മൺസൂണിന്റെ തുടക്കമായതുകൊണ്ട് വലിയ വെള്ളമൊന്നും ആയിട്ടില്ല. അതുകൊണ്ട് തന്നെ സുരക്ഷിതമായി വന്ന് കുളിച്ചു പോകാം. ആഴമില്ലാത്ത ഒരു പ്രദേശമാണ്. എന്നാൽ പാറയ്ക്ക് മുകളിൽ നേരിയ വഴിക്കലുണ്ട്. അതുകൊണ്ട് സൂക്ഷിച്ച് വരിക, സുഖമായി കുളിച്ച് മടങ്ങുക എന്നുള്ളതാണ്. പാറകളിലൂടെ ചവിട്ടി പതിയെ മുന്നോട്ട് പോയാൽ വലിയ വെള്ളച്ചാട്ടത്തിന്റെ അരികിലെത്താം. ഏകദേശം 40 അടിയിലധികം ഉയരത്തിൽ നിന്നാണ് ജലം താഴേക്ക് പതിക്കുന്നത്. മൂന്ന് വശവും പാറ കൊണ്ട് നിർമ്മിച്ച കോട്ട പോലെയുള്ള സ്ഥലത്തേക്കാണ് ജലം വന്ന് പതിക്കുന്നത്. വനത്തിനുള്ളിലെ നീരുറവകളിൽ നിന്ന് ഉത്ഭവിച്ചു വരുന്ന വെള്ളത്തിന് മനസ്സിനും ശരീരത്തിനും പ്രത്യേക ഉന്മേഷം തരാനുള്ള പവറുണ്ട് എന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ പ്രദേശം വളരെ വൃത്തിയായാണ് അവർ സംരക്ഷിച്ചു വരുന്നതും. പറഞ്ഞു വരുന്നത് മറ്റൊന്നുമല്ല, ഈ വീഡിയോയും റീൽസും ഒക്കെ കണ്ട് അവിടെ പോയി പ്ലാസ്റ്റിക്കുകൾ വലിച്ചെറിയാനും മദ്യക്കുപ്പികൾ പൊട്ടിച്ചെറിയാനും ആർക്കെങ്കിലും ചെറിയൊരു മോഹമെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ അതിപ്പോൾ തന്നെ ഉപേക്ഷിക്കുന്നതാവും നല്ലത്. കാരണം പ്രദേശവാസികളുടെ ഈ നിരീക്ഷണം എപ്പോഴുമുള്ള സ്ഥലമായതുകൊണ്ടും അച്ചൻകോവിൽ സംരക്ഷിത വനമേഖലയിൽപ്പെട്ട സ്ഥലമായതിനാൽ കേരള വനം വകുപ്പിന്റെ പ്രത്യേക നിരീക്ഷണമുള്ള പ്രദേശമായതുകൊണ്ടും നല്ല രീതിയിൽ പണി കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പാപ്പരിപ്പാറയ്ക്ക് മുകളിൽ നിന്നാണ് ഈ വെള്ളത്തിൻ്റെ വരവ്. 1, 2, 3 താഴെ മറ്റൊരു തട്ട് കൂടിയുണ്ട്. അങ്ങനെ 4 തട്ടിലുള്ള വെള്ളച്ചാട്ടമാണ്. വലിയ കുഴിയില്ല എന്നതിനാൽ തന്നെ അത്യാവശ്യം ഇറങ്ങി നിന്ന് കുളിച്ച് കയറി പോവുകയാണ്. ഈ അരുവി പ്രദേശവാസികളുടെ സ്ഥിരം സന്ദർശന സ്ഥലവും കുടിവെള്ള സ്രോതസ്സുമാണ്.
മലമുകളിലെ പ്രത്യേക സജ്ജീകരണങ്ങളിലൂടെ ജലം വീടുകളിലേക്ക് എത്തിക്കുന്നു. ജൂൺ മുതൽ സെപ്റ്റംബർ വരെയും ചിലപ്പോൾ ഈ വെള്ളച്ചാട്ടം സജീവമായി നിലനിൽക്കാറുണ്ട്. അത് കഴിഞ്ഞാൽ പൂർണ്ണമായും വറ്റിപ്പോകും. കുറേ വർഷങ്ങൾക്ക് മുമ്പാണ് ഇവിടെ വന്നിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് വരുന്നത്. ഇപ്പോൾ മൺസൂണൊക്കെ ആയപ്പോഴത്തേന് എങ്ങോട്ടിലൊക്കെ പോകണമെന്നൊരു യാത്രയുടെ പുറത്ത് ഇങ്ങനെ വന്നതാണ്. ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേന് നല്ല അടിപൊളി ഒരു വെള്ളച്ചാട്ടമാണ്. അധികം ആരും അറിഞ്ഞിട്ടില്ല. അതാണ് ഈ ഒരു സ്ഥലത്തിൻ്റെ പ്രത്യേകത. അധികം ആരും അറിയാത്തതുകൊണ്ട് നമ്മുടെ പ്രത്യേകിച്ച് മാലിന്യങ്ങളൊന്നുമില്ല, മറ്റു ആളുകളുടെ ശല്യവുമില്ല. കുറച്ച് കയറി വരുന്ന വഴി കുറച്ച് നമ്മൾ സൂക്ഷിക്കണം. കുറച്ച് വഴുക്കലൊക്കെ ഉള്ള പാറയാണ്. അത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല അടിപൊളി ഒരു സ്പോട്ടാണ്. അടിപൊളി വെള്ളച്ചാട്ടം, സൂപ്പർ വെള്ളച്ചാട്ടമാണ്. പാറക്കെട്ടുകളായതിനാൽ തന്നെ വഴുതി വീഴാനുള്ള സാധ്യതയും ഇവിടെ വളരെ കൂടുതലാണ്. എന്നിരുന്നാലും ആഴം കുറവുള്ള സ്ഥലമായതിനാൽ കൊച്ചുകുട്ടികൾക്ക് പോലും സുരക്ഷിതമായി ഇവിടെ വന്ന് കുളിക്കാവുന്നതാണ്. വനയാത്ര ഇഷ്ടപ്പെടുന്നവർക്ക് ഇവിടെ ഒരു കുളിയൊക്കെ കഴിഞ്ഞ് ഞാവനാൽ ചെക്ക് പോസ്റ്റ് കടന്ന് അച്ചൻകോവിൽ വഴി ചെങ്കോട്ടയിലേക്കൊരു യാത്രയും പ്ലാൻ ചെയ്യാവുന്നതാണ്. ആ യാത്രയുടെ വീഡിയോ നമ്മൾ മുൻപ് ചെയ്തിട്ടുള്ളതാണ്. അതിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ അവസാനം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. യാത്രകൾ സുരക്ഷിതവും മനോഹരവുമായിരിക്കട്ടെ. മറ്റൊരു യാത്രയുടെ വീഡിയോയുമായി അടുത്ത എപ്പിസോഡിൽ നിങ്ങളിലേക്ക് എത്തുന്നതാണ്. അതുവരേക്കും നിങ്ങൾക്കെൻ്റെ നമസ്കാരം. സമീപകാലത്ത് ഇത്ര ഉഷാറായിട്ടുള്ള കുളി കുളിച്ചിട്ടില്ല. അപ്പോൾ ഇങ്ങനെ കുളിക്കണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ തോന്നി ഒക്കാത്തോട് 100 ഏക്കറിലേക്ക് വരാം. നല്ല കുളിരുള്ള വെള്ളത്തിൽ കുളിച്ച് മടങ്ങാം.